ഒരു പൈസ പോലും ഒരു ചെലവ് കിട്ടുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? അയ്യപ്പന് സ്വർണവും പണം ഒന്നും വേണ്ട. അതാണ് അയ്യപ്പന് സ്വർണം പണം കൂടെ അങ്ങനെ കാക്കൂട്ടായിരുന്നു. അങ്ങനെ നോക്കൂല. ദൈവത്തിന് സ്വർണവും പണം ഒന്നും വേണ്ട. ദൈവത്തിന് സ്വർണം വേണമെങ്കിൽ അങ്ങനെ നോക്കൂലായിരുന്നു. ഇങ്ങനെ നോക്കിക്കൊണ്ടാ വെളി വന്നെന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. അന്ന് ഇത് കൊണ്ടുപോകാതെ അങ്ങനെ തുടങ്ങിയില്ല. അയ്യപ്പൻ ചില സമയത്ത് ദൈവത്തിനും സമയദോഷം കാശ് വരുമാനമുള്ളിടത്ത് പ്രശ്നം, അല്ലാത്തിടത്ത് ആരും തിരിഞ്ഞു നോക്കി. അമ്പലത്തിൽ പോകുന്ന ഇനി എല്ലാം കർപ്പൂരമാക്കി കത്തിച്ചാണ്. അത്ര നല്ലതാ. അതാണ് അതിന്റെ ശരി. അതായത് ഈ പച്ച കർപ്പൂരം കിട്ടും. ഏറ്റവും നല്ല എന്തൊരു മണം എന്ന് പറയുന്ന സാധനത്തിൽ ഈ പ്ലാസ്റ്റിക് അല്ല, ആ കർപ്പൂരം മേടിച്ച് കത്തിച്ചാണ്. അല്ലെങ്കിൽ എണ്ണ ഉണ്ടെന്ന് എണ്ണ ഒഴിച്ചാലും അമ്മ അടിച്ചോണ്ട് പോകും. അല്ല അത് കൊണ്ടുപോകും. അവ കയറി ഒഴിക്കാൻ ചെട്ടിന്റെ സാധനം പറഞ്ഞാൽ വാശി ഗവർണർ അഞ്ചാറ് വാങ്ങി ഒരു ചന്ദ്രത്തില്ല അത് ഒളിച്ച് വാങ്ങി അതും കൊണ്ടുവന്ന് അവിടെ കൊടുക്കണം. ലേറ്റ് വരുന്നവരെ അത് വാങ്ങിക്കൊടുക്കണം. അതൊന്നും അവിടെ ആവശ്യമില്ല. നമ്മളെ മഞ്ഞളും അരിയെ കൊണ്ടുപോകണം. അന്ന് പണ്ട് ചോറ് വെച്ച് കഴിക്കണേ കൊണ്ടുപോകാണ്. ഇതിപ്പോ ഒരു ചുമ്മാ ഒരു ആർപ്പിടാൻ കിട്ടുന്നു. ആളുകളെ അവിശ്വാസികളാക്കുന്ന ഒരു നടപടിയായി. ഏറ്റവും കൂടുതൽ പൈസ നമ്മളെ മലയാളികളാണോ എടുത്തത്? എവിടെയാണ് പോയി കിടക്കുന്നത് ഇങ്ങോട്ട് എടുത്തോണ്ടിരുന്നത്? ഈ വർഷം ജോലി ചെയ്യുന്ന ഒരു വീതം തിരുവാണ കമ്മീഷണർക്ക് അതിന്റെ പരമാവധി ഓരോന്നിനും ഓരോ ആൾക്കാരാണ്. പിന്നെ ഇത് വരുന്ന സ്വർണത്തിന്റെ അളവെത്ര, അത് കൊടുത്ത ആളിന്റെ പേര്, നാളെ ഇന്ന് വേണ്ട മുഴുവൻ ഡീറ്റെയിൽസ് മകസനത്തിൽ ഇതൊന്നുമില്ല. മരം കിട്ടുന്ന കൊണ്ട് തിന്നുന്നു. കഥകളുണ്ടല്ലോ, ട്രെയിൻ ബെഡിലെ കഥ പോലും ഇടയ്ക്ക് കൊടുക്കാനാണ്. പറയണ്ട. മലയാളികളാരും കൊടുത്തിട്ടില്ല. കള്ളുകച്ചവടക്കാരൻ മല്ലിയ കൊടുത്തതാ. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഗവൺമെന്റാണ് കൊണ്ടുവന്ന് ഇഷ്ടം പോലെ പണം കൊണ്ടുവന്ന് വരികയാണ്. നമ്മളാരും അവിടെ ചെന്ന് വഞ്ചി പോലും 10 പൈസ ഇടാൻ നോക്കില്ല. നമ്മളാരും ഒരു കുഴപ്പമില്ല കാണില്ല. എങ്ങനെയെങ്കിലും അവരെ വണ്ടിക്കൂലി ഒപ്പിച്ചാ പോകണം. അതൊക്കെ മാറ്റി വെക്കാൻ ഡെയിലി ജോലിയുണ്ട്. നമുക്കൂടെ ചുരപ്പില്ല നടക്കുന്ന നമ്മളിവിടെ മാറ്റി വെച്ച് നമ്മളെ വർഷത്തിൽ 3 ദിവസം റബ്ബർ വെട്ട്, 2 ദിവസം പോലും ഇപ്പൊ കിളയിലും ഇല്ല. കൃഷിപ്പണി ചെയ്താൽ പന്നി കൊണ്ടുപോകും. പിന്നെ ഇവിടെ എന്തൊരു മാറ്റി വെക്കുന്നത്? നേരെ അത് ശബരിമല കൊണ്ടുവച്ചാൽ അതും പോയി. ഇവിടെ വെച്ച് ആരും എടുത്തോണ്ട് പോകുന്നത് അവിടെ കൊണ്ടിടും. അത് അവിടെ നിന്ന് അവിടെ നിന്ന് കള്ളങ്ങൾ എടുത്തോണ്ട് പോകും.